അമേരിക്കയിൽ മാത്രം 35 ലക്ഷം സ്ത്രീകൾക്കാണ് ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി ചെയ്തിട്ടുള്ളത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചെയ്ത പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് പ്രൊസീജിയർ ഈസ് ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി. ബ്രസ്റ്റ് ഇംപ്ലാന്റ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാറിന്റെ വലിപ്പം കൂട്ടാനോ അല്ലെങ്കിൽ അതിനെ ലിഫ്റ്റ് ചെയ്യാനോ ഇടിഞ്ഞുപോയ ബ്രസ്റ്റിനെ കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്യാനോ ഉപയോഗിക്കുന്ന സാധനമാണ് ബ്രസ്റ്റ് ഇംപ്ലാന്റ്. ബ്രസ്റ്റ് ഇംപ്ലാന്റ് പല ടൈപ്പ് ഉണ്ട്. സിലിക്കോൺ ഇംപ്ലാന്റ് ഉണ്ട്, സലൈൻ ഇംപ്ലാന്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് ബേസിക്കലി സിലിക്കോൺ ഇംപ്ലാന്റ്. ഇതാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സിലിക്കോൺ ഇംപ്ലാന്റ്സ്. ഇത് മൊട്ടീവ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇംപ്ലാന്റ് ആണ്. ഇത് യൂറോ സിലിക്കോൺ ആണ്. പല കമ്പനീസിന്റെ ഇംപ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ ബേസിക്കലി ഇതിലെല്ലാം ഒരു സിലിക്കോൺ കവർ ഉണ്ട് ആൻഡ് ഇൻസൈഡ് ദർ ഇസ് സിലിക്കോൺ ജെൽ ഉണ്ട്. എന്നാൽ ഈ ജെല്ല് വളരെ കൊഹസീവ് ആയ ഒരു സാധനമാണ്. നല്ല ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഇത് മുറിച്ചാൽ പോലും ഈ ജെല്ല് പുറത്തേക്ക് ഒഴുകി പോകില്ല. ആ ഷേപ്പ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ബ്രസ്റ്റ് ഇംപ്ലാന്റ് അതിലെന്തെങ്കിലും സമ്മർദ്ദം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയാലോ ഈ ബ്രസ്റ്റ് ഇംപ്ലാന്റ് പൊട്ടും. ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ഇംപ്ലാന്റ് പൊട്ടാൻ ചാൻസ് ഉണ്ടോ? ഇങ്ങനെ പല വിദ്യകളുണ്ട്. ബട്ട് ആക്ച്വലി ദിസ് എ വെരി സ്ട്രോങ് ഇംപ്ലാന്റ്. ഇപ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയ ഇംപ്ലാന്റ് ആണ്, സെമി ഫിൽഡ് ഇംപ്ലാന്റ് എന്ന് പറയും. പക്ഷേ ഇതുപോലും നമ്മളിപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്താൽ പോലും വളരെയധികം ഡിസ്റ്റോർട്ട് ചെയ്താൽ പോലും അതിന്റെ പുറത്ത് കയറുന്നാൽ പോലും പൊട്ടുകയില്ല, അതിന്റെ ആ ഷേപ്പും മാറുകയില്ല. ഈ പുതിയ ഇംപ്ലാന്റ്സ് എല്ലാം വളരെ കൊഹസീവ് ആയതുകൊണ്ട് തന്നെ ഡിഫോർമേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഓൾമോസ്റ്റ് 0 ആണ്.